ഹലോ ഗുഡൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ് പെർഫെക്റ്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് പറയുന്നതിന് മുന്നേ ഒന്നുകൂടെ പ്രേസൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇപ്പോൾ പ്രേസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഒരു ടെൻസ് എന്ന് പറയുന്നത് പ്രേസൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ്, ഇപ്പോൾ ഓൺ ദി സ്പോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ പ്രേസൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രേസൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതായത് ഡാറ്റീവ് വരും, പിന്നെ അക്യൂസാറ്റീവ് വരും, പിന്നെ പ്രപ്പോസിഷൻസ്. അങ്ങനെയാണ് നമ്മുടെ സാധാരണ പ്രേസൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ പോകുന്നത്. ഓക്കെ, ഇൻ ജർമ്മൻ വി ഓൺലി ഹാവ് പ്രേസൻസ് ടു ഷോ ആക്ഷൻസ് ഡൺ അറ്റ് ദ പ്രസൻറ്റ് ടൈമിൽ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ്, അങ്ങനെ പല ടെൻസ് ഉണ്ട് അല്ലേ. പക്ഷേ ജർമ്മൻ്റെ കേസിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസ് വരാൻ പ്രേസൻസ് എന്ന് പറയുന്ന ഒരു ടെൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഐ ആം ഗോയിങ് അല്ലെങ്കിൽ ഐ ഗോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇഷ് ഗേ എന്ന് മാത്രമേ നമ്മൾ ജർമ്മനിൽ പറയുള്ളൂ. ING ഫോം നമുക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ഡിഫറെൻറ്റ് ടെൻസസ് ഇൻ ജർമ്മൻ. ഏതൊക്കെ ടെൻസസ് ആണ് വരുന്നത്? നമുക്ക് നോർമൽ ഇംഗ്ലീഷിൽ വരുന്ന പോലെ തന്നെ 3 ടെൻസസ് ആണുള്ളത്. ഒന്ന് പാസ്റ്റ്, ഒന്ന് പ്രസൻറ്റ്, ഒന്ന് ഫ്യൂച്ചർ. അതായത് ദി ഫെർഗാങ്കൻഹൈറ്റ്, ദി ഗേഗൻവാർട്ട്, ദി സുക്കൻഫ്റ്റ്. ഇങ്ങനെ 3 ടെൻസുകളാണ് നമുക്ക് ജർമ്മനിൽ വരുന്നത്. അതിൽ ദി ഫെർഗാങ്കൻഹൈറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ സൂചിപ്പിക്കാൻ പറയുന്ന ടെൻസുകളാണ്. അതിൽ ആദ്യത്തെയാണ് പ്രെറ്റേരിറ്റും ഒരു 8 ടോപ്പിക്കാണ്. ദെൻ പെർഫെക്റ്റ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പെർഫെക്റ്റ്, പിന്നെ പ്ലൂസ്കാം പെർഫെക്റ്റ്. ഇങ്ങനെ 3 ടെൻസുകളാണ് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ഗേഗൻവാർട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ആയിരിക്കും വരുന്നത് അതിൻ്റെ, കാരണം നമുക്ക് പ്രസൻറ്റ് ടെൻസ് പറയാൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് ദി സുക്കൻഫ്റ്റ്, അതായത് ഫ്യൂച്ചർ ടെൻസ് പറയാൻ. അത് ഫുട്ടൂർ അയൻസും ഫുട്ടൂർ സ്വൈയും ഉണ്ട്. നമ്മൾ ഫുട്ടൂർ സ്വൈ അധികം യൂസ് ചെയ്യാറില്ല. ഫുട്ടൂർ സ്വൈക്ക് പകരം നമ്മൾ കൊഞ്ഞുറ്റി സ്വൈയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രസൻസ് ഒന്നുകൂടെ ഐ ലേൺ ജർമ്മൻ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് ലേൺ ഡോയ്ച്ച് എന്ന് പറയും. ഐ ആം ലേണിങ് ജർമ്മൻ, ഐ ലേൺ ജർമ്മൻ എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ പെർഫെക്റ്റ് നോക്കാം. ഇപ്പം പെർഫെക്റ്റ് എന്നത് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സ്പീക്കിങ്ങിലാണ് നമ്മൾ കൂടുതലായിട്ട് പെർഫെക്റ്റ് എന്ന ടെൻസ് യൂസ് ചെയ്യുന്നത്. റൈറ്റിങ്ങിൽ പ്രൊട്ടേറ്റോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രൊട്ടേറ്റം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആട്ടോ. സിമ്പിൾ പാസ്റ്റ്. പെർഫെക്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്ലൂസ്കാം പെർഫെക്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നോക്കുന്നത്. അപ്പം പെർഫെക്റ്റിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് വരും, സെക്കൻഡ് പൊസിഷനിൽ സൈനോ ഹാബനോ കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതുന്ന ഹെൽപ്പിംഗ് വെർബ്, പിന്നെ ഡാറ്റീവ്, അക്യൂസാറ്റീവ്, പ്രിപ്പോസിഷൻസ്, ഇത് ഏതൊക്കെയുണ്ടോ അതിലേതൊക്കെ ഉള്ളതെല്ലാം എഴുതുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് പൊസിഷനിൽ വെർബ് പാർട്ടിസിപ്സ് വൈ ഫോമിൽ വേണം എഴുതാൻ. ഓക്കെ, അതിൽ മെയിൻ വെർബിന് നമ്മൾ പാർട്ടിസിപ്സ് വൈ ഫോമിൽ എഴുതും. പെർഫെക്റ്റ് ഷുഡ് ഓൾവേസ് ഹാവ് ദ ഹെൽപ്പിംഗ് വെർബ് such as haven or sign in second position and it should be conjugated. Then the main verb goes to the last in participes y form. Okay, ഈ 2 റൂളും മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ഹാബൻ അല്ലെങ്കിൽ സൈൻ ആയിരിക്കും നമ്മളവിടെ സെക്കൻഡ് പൊസിഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാബൻ ആണോ സൈൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെർബ്സ് വിത്ത് സൈൻ ആസ് ഹെൽപ്പിംഗ് വെർബ് ഇൻ പെർഫെക്റ്റിൽ ഏതൊക്കെ വെർബിൻ്റെ കൂട്ടത്തിലാണ് സൈൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറയുന്ന വെർബ്, അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു വെർബാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെർബൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡൈ അല്ലേ? അതെന്താ? ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മരണത്തിലേക്ക് മാറി അല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്ന ഒരു വെർബാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് സെക്കൻഡ് പൊസിഷനിൽ സൈൻ ആയിരിക്കും ഉപയോഗിക്കുക. സൈനിനെ സബ്ജക്റ്റ് വെച്ച് കോഞ്ചുഗേറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് ചേഞ്ച് ഓഫ് പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് എയിൽ നിന്നൊരു ബിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും ഹെൽപ്പിംഗ് വെർബ് സൈൻ ആയിരിക്കും ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗേ എന്നൊക്കെ പറയുമ്പം എന്താ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള മീനിങ്ങിൽ പറയുമ്പോൾ നമ്മളവിടെ സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് പറയാം. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 വെർബ്സ് ഉണ്ട്. ആ വെർബ്സിൻ്റെ കൂട്ടത്തിലും സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരിക. അതിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ പ്ലേസോ ഒന്നും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ അത് അതിൻ്റെ കൂട്ടത്തിൽ സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബായിട്ട് വരിക. ഓക്കെ, നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, അതായത് ബെഡിങ്ങും സ്പെക്സിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ടു ഫോൾ അസ്ലീപ്പ് എന്നുള്ളത് ഐൻഷ്ലാഫിനാണ്.
ഐൻഷ്ലാഫിൻ്റെ കൂടുതൽ ഹെൽപ്പിംഗ് വെർബ് സൈൻ ആയിരിക്കും വരിക. അതുകൊണ്ട് എസ് ഫോമിൽ ഇസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് മാറ്റി എഴുതണം. അപ്പോൾ ഇസ്റ്റ് ഐൻഷ്ലാഫിൻ ടു ഫോൾ അസ്ലീപ്. അതുപോലെ സ്റ്റെർബൻ്റെ കൂട്ടത്തിലും എന്താണ് ഈസ്റ്റാണ് വരേണ്ടത്. അതിന് പാർട്ടിസിപ്പിൾ സ്വൈ ഫോമിൽ എഴുതണം കേട്ടോ. പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റെർബൻ, അതുപോലെ ഔഫ് വാഹൻ ടു വേക്ക് അപ്പ്, വാക്സൻ ടു ഗ്രോ, ഔഫ് സ്റ്റേൻ ടു സ്റ്റാൻഡ് അപ്പ്, അങ്ങനെയൊക്കെയുള്ളതെല്ലാമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിളാണ് മൈ ഗ്രാൻഡ് മദർ ഡൈഡ് യെസ്റ്റർഡേ. ഇപ്പോൾ എന്താ, എൻ്റെ ഗ്രാൻഡ് മദർ ഇന്നലെ മരിച്ചു. ഇപ്പോൾ എന്താ, ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യാസം വന്നു, അല്ലെ, അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. അപ്പോൾ മൈന ഗ്രോസ് മുട്ടർ ഈസ്റ്റ് ഗെസ്റ്റേൺ ഗെസ്റ്റോർബിൻ. സ്റ്റെർബൻ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സ്വൈ ഫോമാണ് ഗെസ്റ്റോർബിൻ. ഓക്കെ, അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ, ഇവിടെ എല്ലാം വ്യത്യാസം വരുന്നുണ്ടല്ലോ. ടു വേക്കപ്പ് എന്ന ഉറക്കത്തിൽ നിന്ന് എണീക്കുക. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ആ അവസ്ഥയ്ക്ക്. അതുപോലെ വാക്സിൻ ടു ഗ്രോ, വളരുക അല്ലേ, ചെറുതായിരുന്നു ഇപ്പോൾ വളർന്നു, അതൊക്കെ വരുന്ന ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണല്ലേ. അതുപോലെ ചേഞ്ച് ഓഫ് പ്ലേസ്, അതായത് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ബെവേഗു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെയിൻ, കൊമ്മൻ, ലൗഫിൻ, റെന്നൻ, ഫാരൻ, ഫ്ലീഗൻ, അൺകൊന്നൻ അല്ലേ, അൺകൊമ്മൻ, അബ്ഫാരൻ, ഇതെല്ലാം എന്താ ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് കാണിക്കുന്ന വെർബുകളാണ്. അപ്പോൾ ഇവരെല്ലാം കൂട്ടത്തിൽ നമ്മൾ സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഐ ഹാവ് ഗോൺ ടു ജർമ്മനി ലാസ്റ്റ് ഇയർ. ഇഷ് ബിൻ ലെസ്റ്റസ് യാർ nach Deutschland geflogen. കണ്ടോ, ഫ്ലീഗൻ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സ്വൈ ആണ് geflogen. അതുപോലെ കണ്ടോ, സെക്കൻഡ് പൊസിഷനിൽ സൈൻ്റെ കൊഞ്ചേഷനാണ് എഴുതിയേക്കുന്നത്. മുകളിലാണെങ്കിലും കണ്ടോ, ഈസ്റ്റ് സൈൻ്റെ കൊഞ്ചേഷനാണ് ഇവിടെ. അതുപോലെ സ്പെഷ്യൽ വെർബ്സ് ബെസോൻഡ്രെ വെർബൻ, അതായത് ബ്ലൈബൻ, സൈൻ, വെർഡൻ, പസീറൻ, ഇതൊക്കെയാണ് സ്പെഷ്യൽ വെർബ്സ്. ഈ 4 വെർബ്സിൻ്റെ കൂട്ടത്തിലും നമ്മൾ സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയോ, wir sind bei mir zu Hause geblieben. We have stayed at my house എന്നുള്ള മീനിങ് കേട്ടോ. ഇത് we have stayed അല്ലേ, പാസ്റ്റ് ടെൻസ് കാണിക്കുമ്പോൾ സ്റ്റേഡ് എന്ന് ഈഡി ആഡ് ചെയ്യും അല്ലേ. we have stayed at my house. എന്താ, we are sent by mir zu Hause geblieben. കണ്ടോ, ബ്ലൈബൻ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പിൾ ആണ് geblieben. അപ്പോൾ we have stayed at house എന്നാണെങ്കിൽ we are sent zu Hause geblieben. ഓക്കെ, അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ ജസ്റ്റ് നോട്ട് ചെയ്തോ, NB എഴുതിക്കോ. ഇൻ ജർമ്മൻ, അത് ക്യാൻ യു സ്പീക്ക് ഇൻ ജർമ്മൻ എന്നൊക്കെ നമ്മൾ ലാംഗ്വേജിൻ്റെ കൂടെ നമ്മൾ ഇൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ജർമ്മനിൽ ഔഫ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇന്നിന് പകരം ഔഫ് ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ യു മസ്റ്റ് സ്പീക്ക് ഇൻ ജർമ്മൻ എന്നൊക്കെ പറയുമ്പോൾ ഡു മസ്റ്റ് ഔഫ് ഡോയിച്ച് സ്പ്രേഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു NB എഴുതിക്കോ കേട്ടോ. ശരിക്കും ഇപ്പോൾ എക്സൽ പ്രിപ്പോസിഷൻ്റെ അണ്ടറിൽ നോക്കേണ്ടതായിരുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു സൈൻ വരുമ്പം അങ്ങനെയാണ്. ഹാബിൻ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ്, ജസ്റ്റ് സൈൻ അല്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഹാബിൻ ആയിരിക്കും വരിക. ഓക്കെ, 70% ഓഫ് വെർബ് വിൽ ബി ടേക്കിംഗ് ഹാബിൻ ആസ് ഹെൽപ്പിംഗ് വെർബ്. ഹാബിൻ ആയിരിക്കും അതിൻ്റെ എല്ലാ ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. അതായത് മൂവ്മെൻ്റ് ഇല്ലാത്ത, അതുപോലെ തന്നെ എന്താ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇല്ലാത്ത, അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമ്മൾ ഹാബിൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരിക. അപ്പോൾ എസ്എൻ, ഗേബൻ, സിംഗൻ, ടാൻസൻ, സ്പീലൻ, ഇതൊക്കെ എന്താ ഒരു ലൊക്കേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്റ്റേറ്റിന് വ്യത്യാസമൊന്നും ഇല്ലാത്ത അല്ലേ, അങ്ങനെയുള്ള വെർബിൻ്റെ കൂടെ നമ്മൾ ഹാബിൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് V3 ഫോം ഓഫ് വെർബ്, അതായത് എങ്ങനെയാണ് പാർട്ടിസിപ്പ് സ്വൈ ഫോം എടുക്കുന്നതാണ് ഒരു വെർബിൻ്റെ. അപ്പോൾ ഗോ എന്നുള്ളത് പ്രേസൻസ് ആണ്. വെൻറ്റ് എന്നുള്ളത് പ്രത്യേകിച്ചുമാണ്. ഇതിൽ ഹാഡ് ഗോൺ അല്ലെങ്കിൽ ഹാഫ് ഗോൺ എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ് വരുന്നത്. ഓക്കെ, ഹാഫ് ഗോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ഹാവ് എന്നുള്ള. ഈ ഹാവിന് പകരം ചിലപ്പോൾ സൈന് വരും ജർമ്മനിൽ. ഓക്കെ, ഹാവിനൊരു സൈൻ. പിന്നെ ഗോ എന്നുള്ള എന്തായി, ഗോൺ എന്നായി അല്ലേ. അപ്പോൾ പ്രത്യേക പാർട്ടിസിപ്പ് സ്വൈ ഫോമിലേക്ക് നമ്മൾ വെർബിനെ എഴുതണം. ഓക്കെ, കണ്ടോ, I have baked a cake for my father yesterday. നല്ലതാണ്. Ich habe gestern meinem Vater, for my father എന്നുള്ള ഡയറക്റ്റ് ഡാറ്റീവിൽ എടുത്തു. meinem Vater einen Kuchen gebacken. gebacken എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ് എന്നുള്ള കേട്ടോ. അതിൻ്റെ പാർട്ടിസിപ്പ് സ്വൈ ഫോമിൽ എഴുതുന്നുള്ളൂ.
എന്താ ബേക്ക് ചെയ്യുക എന്നുള്ളതിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസ് ഒന്നുമില്ല. അപ്പോൾ ഹാബിനായിരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ ഐ ഹാവ് ബേക്ക്ഡ് എ കേക്ക് ഫോർ ഹിം യെസ്റ്റർഡേ. ഇത് രണ്ടും ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഗെസ്റ്റേൺ എന്നുള്ളത് തേർഡ് പേഴ്സൺ വെർബിനോട് ചേർന്ന് വന്നു അല്ലേ. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്നത് മൈനം ഫാക്ടർ എന്നാണ്. പക്ഷെ ഇവിടെ കണ്ടോ ഗെസ്റ്റേൺ എന്നുള്ളത് ഒബ്ജക്റ്റിനും ശേഷമാണ് വന്നേക്കുന്നത്. കാരണം ഇവിടെ പേഴ്സണൽ പ്രൊനൗമനായ ഈയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നോട്ട് ചെയ്താൽ മതി. പേഴ്സണൽ പ്രൊനൗൺസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് ആർക്ക് എന്നുള്ളത് പേഴ്സണൽ പ്രൊനൗമനാണ് വരുന്നതെങ്കിൽ അതിന് ശേഷമായിരിക്കണം നമ്മൾ ടെമ്പറൽ ഗെസ്റ്റേൺ എഴുതേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഗെസ്റ്റേൺ എഴുതിയതിന് ശേഷം മൈനം ഫാക്ടർ എഴുതാനൊക്കെ പറ്റും, അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ടിസിപ്പിൾ സ്വൈ ഫോം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ റെഗുലർ വെർബ്. ഓക്കെ, പാർട്ടിസിപ്പിൾ സ്വൈ ഫോൺ റെഗുൽമെസിഗൻ വെർബൻ, റെഗുലർ വെർബിൻ്റെ പാർട്ടിസിപ്പിൾ സ്വൈ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. പാർട്ടിസിപ്പിൾ സ്വൈ ഈസ് ഈക്വൽ ടു GE പ്ലസ് വെർബ് സ്റ്റാം പ്ലസ് T or ET. ഓക്കെ, ഇങ്ങനെയായിരിക്കും റെഗുലർ വെർബ്സിൻ്റെ പാർട്ടിസിപ്പിൾ സ്വൈ ഫോം എടുക്കുന്നത്. ഇഫ് ദ വെർബ് സ്റ്റാം എൻഡ്സ് ഇൻ T or D ആഡ് ET. ഇപ്പോൾ T അല്ലെങ്കിൽ ET എന്നല്ല പറയുന്നത്, T എല്ലായിടത്തും പോകും. ET എഴുതേണ്ടത് ഇപ്പോൾ വെർബ് സ്റ്റാം എൻഡ് ചെയ്യുന്ന Tയിലോ Dയിലോ ആണെങ്കിൽ വീണ്ടും ഒരു T ഇട്ടൊരു സുഖം ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഒരു ഇയും കൂടെ ഇട്ടിട്ട് ET ഇടാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാഹൻ എന്നുള്ളത് MACH ആണ് വെർബ് സ്റ്റാം, EN വേണ്ട, MACH ആണ് വെർബ് സ്റ്റാം. അപ്പോൾ ആദ്യം GE എഴുതി, പിന്നെ MACH എഴുതി, H ആല് അവസാനിക്കുക, അപ്പോൾ T ഇട്ടാൽ മതി. അപ്പോൾ T ഗെമാഹ്റ്റ് എന്നായി. ഓക്കെ, ഹാറ്റ് ഗെമാഹ്റ്റ്. കാരണം മാഹൻ ടു ഡു അല്ലെങ്കിൽ ടു മേക്ക് എന്നുള്ളതിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസോ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ വെർബോ അല്ല. അതുകൊണ്ട് ഹാറ്റ് ഗെമാഹ്റ്റ്. ഹാബൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. അത് നമ്മൾ RCS ഫോമിൽ ഹാറ്റ് എഴുതിയെന്നല്ലോ കേട്ടോ. അപ്പോൾ ഐ ഹാവ് മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ വിത്ത് മൈ സിസ്റ്റർ എന്നുള്ളത് ഇഷ് ഹാബ് എ ഗെസ്റ്റേൺ einen Kuchen mit meiner Schwester gemacht. കണ്ടോ, gemacht haben. ഓക്കെ, അതുപോലെ സ്പീലൻ എന്നുള്ളത് എന്താവും, ഹാറ്റ് ഗെസ്പീൽറ്റ്, എല്ലിലാണ് അവസാനിക്കുന്നത്, അപ്പോൾ T മതി, ഗെസ്പീൽറ്റ്. ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസ് ഒന്നുമില്ല. അപ്പോൾ കളിക്കുകയാണെങ്കിൽ ഒരു ഗ്രൗണ്ടിലോ അങ്ങനെയൊക്കെ ഒന്നുമല്ലേ കളിക്കുള്ളൂ, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നില്ല. നമ്മളവിടെ ഹാബനായിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരിക. അടുത്ത ആർബൈറ്റൻ, ഹാറ്റ് ഗെ ആർബൈറ്റ് Tയിലാണ് അവസാനിക്കുന്നത്, അപ്പോൾ ET ആഡ് ചെയ്യണം, ആർബൈറ്ററ്റ്. ഓക്കെ, ഹാറ്റ് ഗെ ആർബൈറ്ററ്റ്. അതുപോലെ തന്നെ റേഡ് എന്നുള്ളത് ഹാറ്റ് ഗെറേഡറ്റ്. ഓക്കെ, ഇതിനൊന്നും ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ ചേഞ്ച് ഓഫ് പ്ലേസോ ഇല്ലാത്ത, അതുകൊണ്ടാണ് നമ്മൾ ഹാബൻ എന്ന ഹെൽപ്പിംഗ് വെർബിനെ യൂസ് ചെയ്യുന്നത്. കൗഫൻ ഹാറ്റ് ഗെ കൗഫ്റ്റ്. ലേൺ എന്നുള്ളത് എന്തായി, ഹാറ്റ് ഗെ ലേൺഡ്. റൂഫിൻ ഹാറ്റ് ഗെ റൂഫ്ഡ്. അതുപോലെ അൺവോട്ടൻ ഹാറ്റ് ഗെ അൺവോട്ടഡ്. ഇതിൻ്റെയൊക്കെ മീനിങ് അറിയില്ലെങ്കിൽ ലിയോ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ടാൻസിൻ ഹാറ്റ് ഗെ ടാൻസ്ഡ്. വോണിൻ ഹാറ്റ് ഗെ വോണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനെയും കൊടുത്തിട്ട് GE ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ വെർബ് സ്റ്റാമിന് എഴുതുക. സ്റ്റാം എൻഡ് ചെയ്യുന്ന Tയിലോ Dയിലോ ആണെങ്കിൽ ET ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് T മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ എഴുതാത്തതിൻ്റെ എല്ലാം നിങ്ങൾ എഴുതുക, എന്നിട്ട് ലിയോയിൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ലിയോയിൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ലിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ റൈസൻ എന്നൊരു വെർബ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ റൈസൻ വെർബ്, ഇങ്ങനെ വെർബ് എന്നുള്ള അണ്ടറിലേ പോകാൻ പാടുള്ളൂ കേട്ടോ. കൊണ്ട് വെർബ് അതിന് റൈസനിൽ നിൽക്കുക, താഴോട്ട് പോവുക. വെർബ് ഫോം റൈസൻ. ഇഷ് റൈസെ ഡു റൈസ്ഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ അല്ലേ. കണ്ടോ, ഇവിടെ പെർഫെക്റ്റ് ഉണ്ട്. ഇഷ് ബിൻ ഗെറൈസ്ഡ്, ഡു ബിസ്റ്റ് ഗെറൈസ്ഡ്, എർസിയസ് ഇസ്റ്റ് ഗെറൈസ്ഡ് അല്ലേ. റൈസ് എന്ന് പറഞ്ഞാൽ ടു ട്രാവൽ, ചേഞ്ച് ഓഫ് പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് സിന്ത സൈനാണ് ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. അതുപോലെ വേറെ വെർബ് കൗഫിൻ എടുത്തോ. വെർബിൻ്റെ അണ്ടറിൽ കൗഫിൻ, വെർബ് ഫോമൻ കൗഫിൻ. കണ്ടോ, ഇഷ് ഹാബെ ഗിക്കൗഫ്റ്റ്, ഇഷ് ഡു ഹാസ്റ്റ് ഗിക്കൗഫ്റ്റ്, എർസിയസ് ഹാറ്റ് ഗിക്കൗഫ്റ്റ്. കണ്ടോ, ഇവിടെയും ഹാബനാണ് വരുന്നത്, കാരണം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ എല്ലാം ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത വരുന്നതാണ് പാർട്ടിസിപ്പിൾ സ്വൈ ഫോൺ ഉൺ റെഗുൽമെസിഗൻ വെർബിൻ. നമ്മൾ ആദ്യത്തെ റെഗുലർ വെർബിൻ്റെ കാര്യമാണ്. ഇത് ഇറഗുലർ വെർബിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത്. ഓക്കെ, ഇറഗുലർ വെർബിൽ എഴുതുമ്പോൾ ആദ്യം പാർട്ടിസിപ്പിൾ എഴുതുമ്പോൾ GE ആഡ് ചെയ്യുക, മുകളിലത്തെ പോലെ തന്നെ, പ്ലസ് വെർബ് സ്റ്റാം പ്ലസ് EN. ഈ വെർബ് സ്റ്റാം പ്ലസ് EN എന്ന് പറഞ്ഞാൽ എന്താ,
ഈ വെർബ് സ്റ്റാം എന്ന് പറയുന്നത് തന്നെ ഇ എന്നെ കളഞ്ഞിട്ട് എഴുതുന്നതാണ്. അപ്പോൾ വീണ്ടും ഇ എന്നെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് വെർബ്, ആ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ ഫാരൻ എന്ന വെർബാണെങ്കിൽ ഫാരൻ എന്ന് തന്നെ എഴുതാം. അപ്പോൾ എന്താ ഇസ്റ്റ് ഗെഫാരൻ എന്നാവും അല്ലേ. ഗെഫാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാന്നല്ലേ. അപ്പം ഇസ്റ്റാണ്, സൈനാണ് ഹെൽപ്പിംഗ് വെർബ് വരിക. പെർസേസ് ഫോമിൽ ഇസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഇഷ് ആണെങ്കിൽ ബിൻ ആവണം, ഡു ആണെങ്കിൽ ബിസ്റ്റ്, അങ്ങനെ നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ കൊമ്മൻ ഇസ്റ്റ് ഗെക്കൊമ്മൻ. ഗേബൻ ആണെങ്കിലോ ഹാറ്റ് ഗെഗേബൻ. ഷ്ലാഫൻ എന്നുള്ളത് ഹാറ്റ് ഗെഷ്ലാഫൻ. സെയൻ ഹാറ്റ് ഗെസേൻ. ഹാറ്റ് ഗെഫാങ്ങൻ. ഹാറ്റ് ഗെഗേസൻ. ഓക്കെ, ഗെഗേസ് മാത്രം ഒരു എക്സെപ്ഷണൽ കേസാട്ടോ. കാരണം വീണ്ടും ESSEN എന്നുള്ളത് ഒരു എന്താ പറയുക, പ്രൊനൗൺസിയേഷൻ അത്ര ഇതില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ജിയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണിത് ഗെഗേസൻ എന്നായത്. ഓക്കെ, ഒരു എക്സെപ്ഷൻ കേസാണ്. ഇവർ ഈ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാക്കുന്നത് കൂടുതലും പ്രൊനൗൺസിയേഷൻ്റെ എളുപ്പത്തിനാട്ടോ. ലേസൻ എന്നുള്ള ഹാറ്റ് ഗെലേസൻ. ഫാളൻ എന്നുള്ള ഇസ്റ്റ് ഗെഫാളൻ. ഫെർഗസൻ എന്നുള്ളത് ഹാറ്റ് ഫെർഗസൻ. അതുപോലെ ലൗഫൻ എന്നുള്ളത് ഇസ്റ്റ് ഗെലൗഫൻ. ഓക്കെ, അടുത്താണ് പാർട്ടിസിപ്സ് വൈഫ് ഓൺ വെർബൻ വിത്ത് എൻഡും IEREN. അതായത് വെർബ് എൻഡ് ചെയ്യുന്ന IEREN ആണെങ്കിൽ അതിൻ്റെ പാർട്ടിസിപ്സ് വൈ എടുക്കുന്നത് ജസ്റ്റ് ഒന്നുമില്ല, വെർബ് സ്റ്റാം പ്ലസ് ടി. അതായത് പാർട്ടിസിപ്സ് വൈ എന്നുള്ളത് എങ്ങനെയാണ്, ഒരു വെർബ് സ്റ്റാമും ഇടുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീയും കൂടെ മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തോ, സ്റ്റുഡീറൻ കണ്ടോ, IEREN എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാറ്റ് സ്റ്റുഡിയറിൻ്റെ EN എടുത്ത് കളയാം അല്ലേ. സ്റ്റുഡിയർ വരെയാണ് എന്ത് വെർബ് സ്റ്റാം. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റുഡിയർ എന്ന് എഴുതിയിട്ട് ഒരു ടീയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡിയേർട്ട്. ഓക്കെ, ഹാറ്റ് സ്റ്റുഡിയേർട്ട്. ടെലിഫോണിയൻ ഹാറ്റ് ടെലിഫോണിയേർട്ട്. ഓപ്പറീരിയൻ ഹാറ്റ് ഓപ്പറിയേർട്ട്. ഇൻസ്റ്റാളിയൻ ഹാറ്റ് ഇൻസ്റ്റാളിയേർട്ട്. ഒന്നുമില്ല, അതിൻ്റെ കൂടെ ഒരു ടീയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പസീരൻ കണ്ടോ, പസീരൻ എന്നുള്ളത് എന്താ ഒരു സ്പെഷ്യൽ വെർബാണല്ലേ, പെസോണ്ടറി വെർബിനാണ്. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇസ്റ്റാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇസ്റ്റ് പസിയേർട്ട്. ടു ഹാപ്പൻ എന്നുള്ള മീനിങ് ആണ്. അവിടെ ചേഞ്ച് ഓഫ് പ്ലേസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒന്നുമില്ല, സ്റ്റിൽ അത് സ്പെഷ്യൽ വെർബിൻ്റെ അകത്തുള്ള വെർബ് ആയതുകൊണ്ട് സൈൻ വേണം ഹെൽപ്പിംഗ് വെർബ് കൊടുക്കാൻ. പിന്നെയുള്ളതാണ് ഗമിഷ്ടെ വെർബൻ, അതായത് മിക്സ്ഡ് വെർബ്സ്. ഈ മിക്സ്ഡ് വെർബ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എന്താണ്, ബോത്ത് റെഗുലർ വെർബിൻ്റെയും ഇറഗുലർ വെർബിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഇവരെ മിക്സ്ഡ് വെർബ്സ് എന്ന് പറയുന്നത്, ഗമിഷ്ടെ വെർബിനുള്ള. ഓക്കെ, അപ്പോൾ നോക്കിയോ, നമ്മൾ പാർട്ടിസിപ്സ് വൈ എടുക്കുമ്പം ആദ്യം GE എഴുതണം, പിന്നെ പ്രെറ്റേരിറ്റം ഫോമിലെ വെർബ് സ്റ്റാമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രെറ്റേറ്റം പഠിക്കുന്നില്ല, അത് A2 ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ വെർബുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. പ്രെറ്റേരിറ്റം ഫോമിലെ വെർബ് സ്റ്റാം വേണം എടുക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയോ, ഈ ഈറ്റ് എന്നുള്ളതിൻ്റെ പ്രെറ്റേറ്റമാണ് എയ്റ്റ്, അത് ഹാഡ് ഈറ്റൻ എന്നാവും അല്ലേ. അപ്പോൾ നമ്മൾ ബ്രിങ്ങൻ എന്നുള്ളത് എടുക്കുകയാണ്. ബ്രിങ്ങൻ എന്നുള്ളത് പ്രെറ്റേരിറ്റത്തിൽ താഴെ കണ്ടോ, ബ്രിങ്ങൻ്റെ താഴെ പ്രെറ്റേരിറ്റം ബ്രാഹ്റ്റൻ എന്നാട്ടോ. ബ്രിങ്ങൻ ബ്രാഹ്റ്റൻ ആവും. ഇപ്പോൾ ബ്രോട്ട് എന്നുള്ള മീനിങ്. അപ്പോൾ എന്താവും, ഹാറ്റ് ഗെബ്രാഹ്റ്റ് എന്ന് പറഞ്ഞു. കാരണം ഹാറ്റ് എഴുതി GE വെർബ് സ്റ്റാം ഇൻ പ്രെറ്റേറ്റം ആണ് എഴുതേണ്ടത്. GE എഴുതിയിട്ട് ബ്രാഹ്റ്റൻ്റെ വെർബ് സ്റ്റാം എന്ന് പറഞ്ഞാൽ BRACHT എന്നുള്ളതാണ്, T വരെ. അപ്പോൾ ഹാറ്റ് ഗെബ്രാഹ്റ്റ്. അതുപോലെ ബ്രെന്നൻ എന്നുള്ളത് ഹാറ്റ് ഗെബ്രാൻറ്റ്. ആണോ പ്രെറ്റേറ്റം വരുന്നത്, ബ്രാൻഡ്, അതിൻ്റെ ബ്രാൻഡിന് നിൽക്കും. റെന്നൻ ആണെങ്കിൽ ഇസ്റ്റ് ഗെറാൻറ്റ്. റെന്നൻ ഇസ്റ്റ്, കാരണം ടു റൺ എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് റൺ ചെയ്യാം അല്ലേ, ചേഞ്ച് ഓഫ് ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇസ്റ്റ് ഗെറാൻറ്റ്. ഡെങ്കൻ എന്നുള്ളത് ഡാക്റ്റിനാണത്, അത് പ്രെറ്റേറ്റത്തിൽ പാർട്ടിസിപ്സ് വൈയിലേക്ക് വരുമ്പോൾ ഹാറ്റ് ഗെഡാക്റ്റ്. കെൻ എന്നുള്ള പ്രെറ്റേറ്റം കാൻറ്റിനാണ്, അത് ഹാറ്റ് ഗെ കാൻറ്റ് ആവും. വിസൻ വെസ്റ്റൻ ഹാറ്റ് ഗെ വെസ്റ്റ്. നെന്നൻ നാൻറ്റനാവും, അത് ഹാറ്റ് ഗെനാൻറ്റ്. സെൻറ്റൻ എന്നുള്ളത് സാൻറ്റൻ ആവും, അത് ഹാറ്റ് ഗെസാൻറ്റ്. അതുപോലെ ഹാറ്റ് ഗെസെൻറ്റ് എന്നും പറയാം, രണ്ടും കറക്റ്റാണ് കേട്ടോ. പിന്നെയുള്ള വെൻഡൻ, അത് വാൻറ്റൻ എന്നാവും, ഒന്നെങ്കിൽ ഹാറ്റ് ഗെവാൻറ്റ് അല്ലെങ്കിൽ ഹാറ്റ് ഗെവെൻറ്റഡ് എന്നും എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെയാണ് വെർബൻ വിത്ത് വൊക്കാൽ വെക്സൽ, ഇത് വൗവൽ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പാർട്ടിസിപ്സ് എഴുതുവാണെങ്കിൽ GE എഴുതണം, പിന്നെ വെർബ് സ്റ്റാം വൗവൽ ചേഞ്ച് എഴുതിക്കൊണ്ട് തന്നെ, അതായത് വിത്ത് വൗവൽ ചേഞ്ച്, വെർബ് സ്റ്റാമും അതിൻ്റെ അകത്ത് വൗവൽ ചേഞ്ചും കൂടെ എഴുതി
ഇ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹെൽഫിനാണെങ്കിൽ അത് ഹാറ്റ് ഗെഹോൾഫൻ എന്നാവും. കണ്ടോ, ഇ എന്നുള്ളത് ഒ ആയി, വവ്വൽ ചേഞ്ച് ഉണ്ടായി അല്ലേ. ഷ്രൈബൻ എന്നുള്ളത് ഹാറ്റ് ഗെഷ്രീബൻ. ഗേൻ എന്നുള്ളത് ഇസ്റ്റ് ഗെഗാങ്ങൻ. കണ്ടോ, ഗേൻ എന്നുള്ള ഗെഗാങ്ങൻ എന്നായി. ഈ മാറി അവിടെ എ എൻ ആയി അല്ലേ, ഗെഗാങ്ങൻ. പിന്നെ നേമൻ എന്നുള്ളത് ഹാറ്റ് ഗെനോമൻ. ഫിൻഡൻ ഹാറ്റ് ഗെഫുണ്ടൻ, ഹാറ്റ് ഗെറ്റ്രുങ്കൻ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അല്ലാണ്ട് പഠിക്കുക കേട്ടോ, ഈ വെർബുകളൊക്കെ. സിങ്ങൻ എന്നത് ഹാറ്റ് ഗെസുങ്ങൻ. ഫ്ലീഗൻ എന്നുള്ളത് ഇസ്റ്റ് ഗെഫ്ലോഗൻ. സ്പ്രേഷൻ എന്താവും, ഹാറ്റ് ഗെഷ്പ്രോഹൻ. ബ്രെഹൻ എന്നുള്ളത് ഹാറ്റ് ഗെബ്രോഹൻ. ഹേങ്ങൻ എന്നുള്ളത് ഹാറ്റ് ഗെഹാങ്ങൻ. സ്റ്റേൻ ഗെസ്റ്റാൻഡൻ. ഒന്നുമില്ല, ബെസ്റ്റേൻ എന്നുള്ളത് ബെസ്റ്റാൻഡൻ തന്നെയാണ്. ശരിക്കും ഇവിടെ വരേണ്ട വെർബല്ല, ഇത് ശരിക്കും നമ്മുടെ ട്രെമ്പാരം വെർബിൽ വരേണ്ടതാണ്. ജസ്റ്റ് വീണ്ടും ഞാൻ അന്നേരം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതും നോക്കണ്ട. അടുത്ത ബ്ലൈബൻ. ബ്ലൈബൻ എന്നുള്ള ഇസ്റ്റ് ഗെബ്ലീബൻ. സ്റ്റെർബൻ ഗെസ്റ്റോർബൻ. ഇങ്ങനെ കേട്ടോ സ്റ്റെർബൻ ഗെസ്റ്റോർബൻ ആയത്. വെർഡൻ എന്നുള്ളത് ഇസ്റ്റ് ഗെവോർഡൻ എന്നാവും. ഓക്കെ, കണ്ടോ, ഐ ഹെൽപ്ഡ് ഹിം. ഇഷ് ഹാബെ ഈം ഗെഹോൾഫെൻ. അല്ല, ഇവിടെ ഡാറ്റീവിൽ ഈം വരാൻ കാര്യം ഹെൽഫൻ എന്നുള്ളത് ഡാറ്റീവ് വെർബ് ആയതുകൊണ്ടാട്ടോ. അപ്പോൾ ഇഷ് ഹാബെ ഈം ഗെഹോൾഫെൻ. ഐ ഡ്രിങ്ക്ഡ് ആൻ ആപ്പിൾ ജ്യൂസ്. ഇഷ് ഹാബെ einen Apfelsaft getrunken. കണ്ടോ, ഹാബൻ എന്ന സെക്കൻഡ് പൊസിഷനിൽ വന്നു, പിന്നെ ഗെറ്റ്രുങ്കൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെമ്പാരം വെർബിൻ്റെ പാർട്ടിസിപ്സ് ആയി. ട്രെമ്പാരം വെർബിൻ്റെ പാർട്ടിസിപ്സ് എഴുതുമ്പം നമ്മൾ ആദ്യം പ്രെഫിക്സ് എഴുതണം. താഴത്ത് നോക്കിയാൽ പ്രെഫിക്സ് എഴുതണം, എന്നിട്ട് ആ വെർബിൻ്റെ പാർട്ടിസിപ്സ് ആയി എഴുതുക. ഓക്കെ, ആദ്യം പ്രെഫിക്സ്, ദെൻ പാർട്ടിസിപ്സ് വൈ ഓഫ് ദ വെർബ്. ആ വെർബ് ഏതാണോ അതിൻ്റെ പാർട്ടിസിപ്സ് ആയി. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, അൺകോമൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇസ്റ്റ് അല്ലേ, ടു അറൈവ് എന്ന് പറഞ്ഞാൽ അൺകോമൻ. അൺകോമൻ ടു അറൈവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇസ്റ്റ് സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരിക. പ്രിഫിക്സ് ആയ എ എൻ എഴുതുക, എ എൻ. പിന്നെ കൊമ്മൻ്റെ പാർട്ടിസിപ്സ് വൈ ആണ് ഗെക്കൊമ്മൻ. അപ്പോൾ അത് ഇസ്റ്റ് ആൻഡ് ഗെക്കൊമ്മൻ എന്ന് വരും. ഇപ്പോൾ അബ്ഫാരൻ എടുക്കുകയാണെങ്കിൽ ഇസ്റ്റ് എഴുതി, കാരണം ടു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ചേഞ്ച് ഓഫ് എന്താണ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അബ് എഴുതി, പിന്നെ ജി ഇ അബ് എഴുതി കഴിഞ്ഞ് ഫാറിൻ്റെ പാർട്ടിസിപ്സ് ആണ് ഗെഫാരൻ. അത് അബ് ഗെഫാരൻ. കണ്ട, ഐൻ ഷ്ലാഫൻ എന്നുള്ള എന്തായി, ഐൻ എഴുതി, പിന്നെ ഗെഷ്ലാഫനാണ് ഷ്ലാഫിൻ്റെ പാർട്ടിസിപ്സ്. അപ്പം ഗെഷ്ലാഫിൻ. ഐൻ ഗെഷ്ലാഫന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോവുക എന്നുള്ള മീനിങ്. അതായത് എണീറ്റിരുന്ന അവസ്ഥയിൽ നിന്ന് ഉറങ്ങിപ്പോവുക. അപ്പോൾ നമ്മൾ എന്താ അവിടെ ഇസ്റ്റ് ഐൻ ഗെഷ്ലാഫനായിരിക്കും ഉപയോഗിക്കുക. ഷ്ലാഫൻ എന്നുള്ളത് ടു സ്ലീപ്പ്, ഉറങ്ങുക. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒന്നുമില്ല, ഉറങ്ങുക. അതെ, അപ്പോൾ അവിടെ നമ്മൾ ഹാറ്റ് ആയിരിക്കും. ഇവിടെ ഉറങ്ങിപ്പോവുക എന്നുള്ളത് എണീറ്റിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഇസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഫെഷ്ലാഫൻ, ഓവർ സ്ലീപ്പ്. ഉറങ്ങുമായിരുന്നു, വീണ്ടും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇല്ല അല്ലേ. അപ്പോൾ ഹാറ്റ് ഫെർ ഗെഷ്ലാഫിൻ. കണ്ടോ, ഫെർ എന്ന പ്രിഫിക്സ് എഴുതി, പിന്നെ മുകളിലും താഴെ കണ്ടോ ഗെഷ്ലാഫിൻ തന്നെയാണ്. ഔഫാഹൻ, ഇസ്റ്റ് ഔഫ് ഗെവാഹ്റ്റ്. വാഹൻ എന്നത് ഗെവാഹ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഔഫ് ഗെവാഹ്റ്റ് തന്നെ. മിറ്റ് ബ്രിങ്ങൻ, ഹാറ്റ് മിറ്റ് ഗെബ്രാഹ്റ്റ്. ബ്രിങ്ങൻ നമ്മൾ മുകളിൽ കണ്ടില്ലായിരുന്നോ, ബ്രാഹ്റ്റൻ ഗെബ്രാഹ്റ്റ് ആയത്, അത് മിറ്റ് ഗെബ്രാഹ്റ്റ്. പിന്നെ അൻബ്രിങ്ങൻ, ഹാറ്റ് അൻഗെബ്രാഹ്റ്റ്. സുമാഹൻ, ഹാറ്റ് സുഗെമാഹ്റ്റ്. ഗെമാഹ്റ്റ് ആണ്, അത് സു പ്ലസ് ഗെമാഹ്റ്റ്. ഓക്കെ. ഔഫ് റോയ്മൻ, ഹാറ്റ് ഔഫ് ഗെറോയിംറ്റ്. മിറ്റ് കൊമ്മൻ, ഇസ്റ്റ് മിറ്റ് ഗിക്കൊമ്മൻ. ജസ്റ്റ് അതെല്ലാം ഹാറ്റ് മിസ്റ്റ് ഏതാണോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ പ്ലേസോ ഉണ്ടെങ്കിൽ ഈസ്റ്റ് വരും, അല്ലെങ്കിൽ ഹാബൻ വരും. പ്ലസ് പ്രിഫിക്സ് എഴുതുക, പ്രിഫിക്സിന് ശേഷം ആ വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ ഫോം എഴുതുക. ഓക്കെ. ഇപ്പോൾ ടൈൽ നേമൻ കണ്ടോ, ടൈൽ ഗെനോമൻ. നേമൻ എന്നത് നോമൻ ആവും അല്ലേ, ഗെനോമൻ. അപ്പോൾ ടൈൽ ഗെനോമൻ. ഓക്കെ. Yesterday I fell asleep at 9 o'clock. I fell asleep. I have fallen asleep. I have fallen asleep. I have fallen asleep. I have fallen asleep at 9 o'clock. അപ്പോൾ ഗസ്റ്റ് ഹാവ് ആണ്, പക്ഷെ എന്താ ടു ഫോൾ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഗസ്റ്റേൺ ബെന്നിഷ് നോയനുവർ ഐൻ ഗിഷ്ലാഫൻ, അല്ലെങ്കിൽ ഇഷ് ബിൻ ഗസ്റ്റേൺ നോയനുവർ ഐൻ ഗിഷ്ലാഫൻ. Okay. I have participated in a competition. Ich habe an einem Wettbewerb teilgenommen. കണ്ടോ, പാർട്ടിസിപ്പേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് teilgenommen. അടുത്ത ട്രെമ്പാരം വെർബിൻ്റെ
പാർട്ടിസിപ്സ് വൈ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പ്രിഫിക്സ് ആദ്യം എഴുതുക. അത് കഴിഞ്ഞാൽ വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ എഴുതുക. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ അല്ലേ പ്രിഫിക്സും പാർട്ടിസിപ്സ് വൈ ഓഫ് വെർബും. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ ഈ പാർട്ടിസിപ്സ് വൈ വിത്തൗട്ട് GE വേണം എഴുതാൻ. ഓക്കെ, മുകളിൽ GE ഇൻക്ലൂഡ് ചെയ്തു, ഇവിടെ GE എഴുതാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ബസൂഹൻ. ബസൂഹൻ്റെ പ്രിഫിക്സ് ആണ് BE എന്നുള്ളത്. ഇത് പ്രിഫിക്സ് ആട്ടോ. ഓക്കെ, അതിന് സൂഹൻ എന്ന വെർബ് വന്നേക്കുന്നത് അല്ലേ. സൂഹൻ്റെ പാർട്ടിസിപ്സ് എന്ന് പറഞ്ഞാൽ ഹാറ്റ് ഗെസുഹ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഈ GE എന്നുള്ളത് ആവശ്യമില്ല ഉൺട്രംബാരം വെർബിൽ കേട്ടോ. ഉൺട്രംബാരം വെർബൊക്കെ ഏതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. ഏതൊക്കെയാണോ പ്രിഫിക്സുകൾ വരുന്നത് അതനുസരിച്ചാണ് ഉൺട്രംബാരം ട്രംബാരം അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ, ഇവിടെ സൂഹ്റ്റ് എന്നുള്ള ഇത് മാത്രമായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, ഉണ്ടോ ഇവിടെ സൂഹ്റ്റ്, ഗെസൂഹ്റ്റ് എടുക്കില്ല, പകരം സൂഹ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. പ്ലസ് പ്രിഫിക്സ് എഴുതും. അതങ്ങനെയാണ് ബസൂഹ്റ്റ് വരുന്നത്. പിന്നെ ബെഗിനൻ കണ്ടോ, ഹാറ്റ് BE എടുത്തു, പിന്നെ ബെഗോനൻ എന്നായി. അടുത്ത ബെക്കൊമ്മൻ, ഹാറ്റ് ബെക്കൊമ്മൻ അല്ലേ. കൊമ്മൻ്റെ എന്താണ്, കൊമ്മൻ എന്നുള്ള വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈ എന്ന് പറയുന്നത് ഗെക്കൊമ്മൻ ആണ്. അപ്പം ഗെക്കൊമ്മൻ എന്നുള്ളതിൻ്റെ ഈ കൊമ്മനെ മാത്രം നമ്മൾ എടുക്കുള്ളൂ, GE എടുക്കില്ല. ഓക്കെ, അങ്ങനെയാണ് അത് പ്രിഫിക്സ് ആയ BEനെ എഴുതി, BE പ്ലസ് കൊമ്മൻ, ബെക്കൊമ്മൻ. അടുത്ത എംഫെലിൻ എന്നുള്ളത് ഹാറ്റ് എംഫോലിൻ കണ്ടോ. ഗെഫോലിൻ എന്നുള്ളതിൻ്റെ ഫോലിൻ മാത്രമേ എടുക്കുള്ളൂ, എംഫോലിൻ. ബെഗിനൻ എന്നുള്ളത് മറ്റു വവൽ ചേഞ്ചിൻ്റെ അകത്ത് പോകേണ്ടതാണ് കേട്ടോ, ബെഗോണൻ. ഓക്കെ, അതിന് മാറ്റി, അതായത് ഇത് വവൽ ചേഞ്ചിൻ്റെ അകത്ത് പോകേണ്ടതാണ് ബെഗിനൻ, ഹാറ്റ് ബെഗോണൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ 6 പിന്നെ 7. ഓക്കെ, പിന്നെ എൻഷൈഡൻ എന്നുള്ളത് എന്താ, ഹാറ്റ് എൻഷീഡൻ എന്നാവും. പിന്നെ എർക്കെനൻ, ഹാറ്റ് എർക്കാൻഡ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ എല്ലാം നോക്കുക. ഓക്കെ, ഇതിനെല്ലാം അതുപോലെ വ്യത്യാസം വരും. ഇതെല്ലാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി കേട്ടോ, ലിയോയിൽ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എക്സാമ്പിൾസ് നമ്മൾ എഴുതുമ്പം, എക്സാമ്പിൾസ് അല്ല, സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യം എഴുതുക. പിന്നെ സൈൻ ഓർ ഹാബൻ, ദെൻ ഡാറ്റീവ് അക്വസാറ്റീവ് പ്രിപ്പോസിഷൻ ഏതൊക്കെയുണ്ടോ അതെല്ലാം ആഡ് ചെയ്യുക. പിന്നെ വെർബിൻ പാർട്ടിസിപ്സ് വൈ ഫോം. എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് സ്റ്റഡീഡ് ഫോർ മൈ എക്സാം. Ich habe für meine Prüfung studiert. Studieren എന്നുള്ളത് സ്റ്റുഡിയേർട്ട് എന്നാവും അല്ലേ. സ്റ്റുഡിയൻ IRN വരുമ്പോൾ സ്റ്റുഡിയേർട്ട്. അതുപോലെ ഹാബൻ ആണ് ഇവിടെ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹാവ് ഗോൺ ടു ചർച്ച് യെസ്റ്റർഡേ. എന്താ ഇവിടെ മൂവ്മെൻ്റ് ഉണ്ടല്ലേ, ഗെയിൻ എന്ന വെർബാണ് വന്നേക്കുന്നത്. അപ്പം ich bin gestern in die Kirche gegangen. ഓക്കെ, മൈ ഫ്രണ്ട് ഹാവ് കം ഫ്രം ജർമ്മനി. ഇവിടെ എന്താ മൂവ്മെൻ്റ് ഉണ്ടല്ലേ. മൂവ്മെൻറ്റ് വരുമ്പം നമ്മൾ സൈൻ ആയിരിക്കും ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുക. Aber mein Freund ist aus Deutschland gekommen. I have slept for a very long time. Sie hat sehr lange geschlafen. He have driven to Berlin. Ist nach Berlin gefahren. We have seen a movie. Wir haben einen Film gesehen. കണ്ടോ, ഇവിടെ സേൻ എന്നുള്ളത് ഗസേൻ പാർട്ടിസിപ്സ് ആയി എടുത്തു. പിന്നെ ഹാബൻ ആണ് ഹെൽപ്പിംഗ് വെർബ് വിയർ ആയതുകൊണ്ട്. Ich habe given him a present. Ich habe ihm ein Geschenk gegeben. Okay. An example, I have eaten an apple day before yesterday. Ich habe vorgestern einen Apfel gegessen. അല്ലെ, ടു ഈറ്റ് എന്നുള്ളതിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് പ്ലേസ് ഒന്നുമില്ല, മൂവ്മെൻറ്റും ഇല്ല, കയ്യിലിരുന്നിങ്ങനെ കഴിക്കുന്നു എന്നല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് മാറുന്നില്ല അല്ലേ. അപ്പം ich habe vergessen, ഹാബെയാണ് ഹെൽപ്പിംഗ് വെർബ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ forgessen നമുക്ക് മുന്നിലിട്ട് പോരാം. അപ്പം എങ്ങനെ വരും, forgessen habe ich einen Apfel gegessen അല്ലേ. ഹെൽപ്പിംഗ് വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ വരണം. ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ വെർബ് ആണെങ്കിലും സെക്കൻഡ് പൊസിഷൻ തന്നെയാണ് വരുന്നത്. I have gone late to the office. Went അല്ല gone ആണ് ശരി. I have gone late to the office today. Ich bin heute zum Büro spät gegangen. അല്ലെങ്കിൽ heute bin ich zum Büro spät gegangen. Okay. We have already read a book. Wir haben ein Buch schon gelesen. Okay. I have done the homework. Ich habe die Hausaufgaben gemacht. അല്ലെ, machen എന്നുള്ളത് gemacht. He have bought me a flower. Hat mir eine Blume gekauft.
അല്ലേ? ബോട്ട് എന്നുള്ളത് ടു ബൈയുടെ പാസ്റ്റ് ആണ്. അപ്പോൾ ഗെറ്റ് ഔട്ട്. ഹി ഹാവ് ബ്രോട്ട്. ഇതുണ്ടോ, ഇത് ബോട്ടും ഇത് ബ്രോട്ടും ആണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ ടു ബൈ, ബ്രോട്ട് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്. അപ്പോൾ ഹാറ്റ് ദെൻ കിൻഡേൺ ein Buch gebracht അല്ലെ? ബ്രിങ്ങൻ എന്നുള്ളത് gebracht ആണ്. We have known him since 1 year. We haben ihn seit einem Jahr gekannt. എന്നുള്ളത് gekannt എന്നാവും. അടുത്തതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക എഴുതാൻ. ഓക്കെ, ഇതിൻ്റെ വെർബുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ വെർബിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസോ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സ്പെഷ്യൽ വെർബാണോ നോക്കുക. ഈ മൂന്നും അല്ലെങ്കിൽ ഹാബിനായിരിക്കും ഹെൽപ്പിംഗ് വെർബ് വരിക. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആ വെർബിൻ്റെ മെയിൻ വെർബിൻ്റെ പാർട്ടിസിപ്സ് വൈയും നോക്കുക. ഓക്കെ, ചൂസ്.